Good morning to all. Good morning, everyone. Good morning. Yeah. Good morning. Yeah, morning. Okay, എല്ലാവരും ജോയിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യണം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വിത്ത് പ്രയർ. ഓക്കെ? Yeah. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട. സ്റ്റാർട്ട് ചെയ്തോ. Okay, ma'am. Good morning, all. Let us begin today's class with a short prayer. Help me to grow in all that I know. Help me to love your word from above. Help me, I pray, to learn goodness each day. Help me to see Christ's light living in me. Thank you. A very good morning to everyone. We are very happy to see you all together here. Thank you all for going us here today at this class. I would like to extend a warm welcome to our respected Ashwati ma'am and beloved teachers who have joined us here. We hope you all enjoy this class and that it turns out to be a great success and a memorable one for all of us. Thank you. Let us start our class. Okay, so once again, good morning to all. കഴിച്ചോ? ഇന്നലെ ഞാൻ തന്നെ, ഇന്നും ഞാൻ തന്നെ, ഇനി നാളെ ഞാൻ തന്നെ ആയിരിക്കും. അതെ, നാളെ ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യ. ഓക്കെ, സോ ഇന്ന് അശ്വതി മിസ്സിന് വയ്യാത്തോണ്ടാണ് കേട്ടോ, ലീവിലാണ്. ഓക്കെ, അതുകൊണ്ട് ഇനി എന്താ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രസന്റ് ടെൻസിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. സോ ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവിങ് ഓൺ. നെക്സ്റ്റ് ടെൻസ്, ദ പാസ്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസില് സിമ്പിൾ പാസ്റ്റ് എഴുതിക്കോട്ടോ. പ്രസന്റ് ടെൻസ് എല്ലാം കംപ്ലീറ്റ് അല്ലേ? ഡൗട്ട് ഒന്ന് ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? വീണ്ടും വീണ്ടും ചോദിക്കാണ്, ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ എഴുതിക്കോൾ, നെക്സ്റ്റ് എഴുതിക്കോൾ കേട്ടോ. സിമ്പിൾ പാസ്റ്റ് എഴുതാം. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാസ് ഓർ വെയർ ആണ് യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഈസ് ആർ നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ എങ്ങനെയാണ്? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വാസ് ഓർ വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, the boy
ate the mangoes. The boy ate the mangoes എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ the mangoes എന്താണ്? പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ we use the auxiliary verb were, അല്ലെ? So the mangoes were eaten by the boy. Okay? Clear ആണല്ലോ? Easy അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു എക്സാമ്പിൾ എന്താ? He played cricket. ഇതൊന്ന് പാസീവ് വോയിസിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് എല്ലാവരും. He played cricket. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക. Then text me. Okay? കേട്ടോ കേട്ടോ. ഹലോ മിസ്, ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറ. He played cricket. മിസ് ആദ്യം ടൈപ്പ് ചെയ്തപ്പോ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടേ. അത് സ്ട്രക്ചർ എഴുതിയപ്പോ മാറിപ്പോയി. എനിക്ക് അപ്പൊ തോന്നി, ഞാൻ ആലോചിച്ചു ശ്രദ്ധിച്ചപ്പോഴാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ING ഫോം അല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് പിന്നെ ഒന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ. അതാണ് മിസ്സേ. ഞാൻ കുഴപ്പമില്ല. മിസ്സേ, ഞാനുണ്ടല്ലോ ഈ ടെൻസിന്റെ നമ്മൾ പിന്നെ സ്കൂളിലും പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പം ഇപ്പൊ തോന്നുന്നത് ഇത് കുറച്ച് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു മാം. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പഠിപ്പിച്ചും പഠിക്കാൻ പറ്റിയപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നുന്നു. ടെൻസിൽ എപ്പോഴും പഠിപ്പിക്കാനാണെങ്കിലും ശരി പഠിക്കാനാണെങ്കിലും ശരി കുറച്ച് നമ്മളൊന്ന് ബാക്കിലേക്ക് വലിയുന്ന ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ. എന്നെ സംബന്ധിച്ചിട്ടോ, ഞാൻ കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെങ്ങനെ ഭയങ്കര ഈസി എപ്പോഴും നമ്മളിപ്പോ ഒരു സ്കൂളിലാണെങ്കിലും ടെൻസസ് എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കാന്നുള്ളത് ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു സിസ്റ്റം. അത്രയും അതെന്താന്ന് ഇപ്പോഴാണ് ഇത്രയും ഈസി ആയിട്ട് എനിക്ക് ഭയങ്കര ഫീൽ വരുന്നു. ഇപ്പൊ ടെൻസസ് ഇങ്ങനെ ഇത്രയും നമ്മൾ കൈകാര്യം ചെയ്തതിന് ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല.
കുറെ ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ ഏഹ് പുള്ളി എന്താ പറയാ അതില് എക്സ്പേർട്ട് എന്നല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനല്ല ഇതല്ലേ വരെ ഇതായിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പം ഈ ഒരു പോർഷൻ വന്നപ്പോ. പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി, ഈ സംഭവം സ്കിപ്പ് ചെയ്യാൻ തോന്നും, പക്ഷെ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ചെയ്യാൻ. താങ്ക് യു മാം. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്തോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വരാണോ, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്താണാവോ. ഓക്കെ ഡൗട്ട് അല്ലെങ്കിൽ ഇപ്പൊ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ടീന, പഠിക്കും. ഇനി മാം, മോഡൽ ഒക്കെ വരുന്നുണ്ട്. ടീന പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു CBSE കുട്ടിയുണ്ട് 7ാം ക്ലാസ്സിലുള്ളത്. അവൾക്ക് ഇംഗ്ലീഷ് എക്സാം ആണെന്ന്. അപ്പൊ ഇന്നലെ ഇതുണ്ടായിരുന്നു, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, കാരണം നമ്മളത് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് എന്റെ ബുക്കും കൂടി എടുത്തിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് തെറ്റായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ടെൻസിൽ ബീയിങ് ചേർത്ത് എഴുതിയിട്ടില്ല. അപ്പൊ ഇന്നലെ മിസ് പറഞ്ഞില്ലേ ING ഫോം ആയതുകൊണ്ട് നമ്മളോട് ബീയിങ് ചേർക്കണമെന്ന്. അപ്പൊ കുട്ടി എന്നോട് പറഞ്ഞു, ഇല്ല മിസ്സേ, ഇത് തന്നെയാണ് ടീച്ചർ എഴുതിച്ചത്. ഞാൻ പറഞ്ഞു, അല്ല മോളെ, ഞാൻ എന്റെ ബുക്ക് എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അയ്യോ ഇങ്ങനെ ആയിരുന്നോ എന്ന്. അപ്പൊ ഇപ്പോഴും ഞാൻ എന്റെ തെറ്റ് കണ്ടുപിടിച്ചത് അങ്ങനെയായിരുന്നു. ഞാനിവിടെ ബീയിങ് എഴുതി വെച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇതല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പൊ നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ എനിക്ക് അതുകൊണ്ട് കുട്ടിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി, കൊച്ചിന്. അപ്പൊ അവൾക്ക് അത് നന്നായിട്ട് മനസ്സിലായിട്ടാണ് ഇന്നത്തെ എക്സാം എഴുതാൻ പോയിരിക്കുന്നത്. അങ്ങനെ ഡൗട്ടൊക്കെ എന്നോട് ക്ലിയർ ചെയ്ത് അങ്ങ് പോയിട്ടുണ്ട് ആള്. അപ്പൊ മിസ്സിന് ഞാനും പറയാണ്, ഒരുപാട് താങ്ക്സ് പറയാണ് മാം. താങ്ക്സ് എന്തിനാ, അതൊക്കെ എനിക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ആക്റ്റീവ് വോയിസ് ഒക്കെ എനിക്ക് ഒട്ടും ഇഷ്ടത്തിന് സാധന. ഇത് ഒന്നാമത് പഠിച്ച തലേക്കില്ല. ഈ ആക്റ്റീവ് വോയിസ് ഉണ്ട്, റിപ്പോർട്ട് സ്പീച്ച് ഉണ്ട്, ഇത്രയും ബുദ്ധിമുട്ടുള്ള സാധനം. അതും PS എക്സാം ഒക്കെ വരികയും ചെയ്യും. എന്നാ അറിയുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഇതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, അതാണ് എനിക്ക്. കാരണം എനിക്ക് പഠിപ്പിക്കണമല്ലോ, ആദ്യം ഞാൻ പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈസി ആയിട്ട് ഇതെങ്ങനെ പഠിക്കാം എന്ന് ഒന്ന് നോക്കിയപ്പോഴാണ്. എന്നാ പിന്നെ നോക്കി ഈ മെത്തേഡ് കുഴപ്പമില്ല, ഈസി ആയിട്ട് തോന്നും. അങ്ങനെയാ, കാരണം എനിക്കും ടഫായിരുന്നു. ഓക്കെ, അപ്പൊ പഠിക്കൂ. താങ്ക്സ് ഒന്നും വേണ്ട, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കണ്ടേ നമ്മൾ, മനസ്സിലായില്ല എന്ന് പറയില്ല, അത്രയേ ഉള്ളൂ. എത്രയോ ഈസി ആയിട്ട് എങ്ങനെ പഠിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് എന്റേതായ കുറുക്ക് വഴികളാണ്. എനിക്ക് ഏറ്റവും പെട്ടെന്ന് എത്തണം, എവിടെയാണെങ്കിലും പെട്ടെന്ന് എത്തണം. പതുക്കെ പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. സോ പെട്ടെന്ന് എത്തിക്കുക, അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലേ? അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് കുറച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതും കൂടെ ഒന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യും കേട്ടോ. ഓക്കെ, ചെയ്തോളൂ.
മാം അത് ടെക്സ്റ്റ് ചെയ്യണോ മാം ആൻസർ? ആ ടെക്സ്റ്റ് ചെയ്യോട്ടെ രേഷ്മ.
കംപ്ലീറ്റ് ആയോ? ആൻസർ ചെക്ക് ചെയ്യാം. പറയട്ടെ, ഞാൻ ആൻസർ പറയട്ടെ. കുറച്ചുപേര് മാത്രമേ ടൈപ്പ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂല്ലോ. രശ്മ, സനില, ടീന. ബാക്കി എല്ലാവരും എന്താണ്? ഡൗട്ട് ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ടൈപ്പ് ചെയ്യാണോ? അല്ലെങ്കിൽ പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ടൈപ്പ് ചെയ്യാണോ അതോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? മാം, ഞാൻ ജസ്റ്റ് ഇപ്പൊ ക്ലാസ് എൻജോയ് ആയുള്ളൂ, കുറച്ച് ബിസി ആയിരുന്നു. മാം, ഞാൻ ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറിയത്. പിന്നെ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ആ മിസ് ഞാന് ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യും. രജിസ്ട്രേഷൻ നമ്പർ ബിൻഷ ആൻഡ് റാഷിദ നമ്മുടെ സിംഗിൾ പാസ്റ്റ് ഡിസ്കസ് ചെയ്തു. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? റഷിദ ആൻഡ് ബിൻഷ യെസ് മാം. അപ്പൊ സ്ട്രക്ചർ ചെയ്തെടുത്തോളൂ. കുറച്ച് എക്സാമ്പിളും ഞാൻ കൊടുത്തിട്ടായിരുന്നു. ഓക്കെ, എക്സാമ്പിൾ ആരെങ്കിലും ഒന്ന് റീസെന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പാസീവ് കോഴ്സിലൊക്കെ ചെയ്തതാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ മാം. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടാ. ഓക്കെ, ചെക്ക് ചെയ്യാട്ടോ. First one, she wrote a story. A story was written by her. A story was written by her. They caught the thief. The thief was caught by them. The waiter served the food. The food was served by the waiter. She washed the dishes. The dishes were washed by her. The artist drew the portraits. The portraits were drawn by the artist. She sang a beautiful song. A beautiful song sung by her. They painted the fence. The fence
A beautiful song was a beautiful song was sung by her. They painted the fence. The fence was painted by them. The cat chased the mouse. The mouse was chased by the cat. The baby broke the toy. The toy was broken by the baby. Okay, clear അല്ലേ? നെക്സ്റ്റ് എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പഠിച്ചെങ്കിൽ പാസ്റ്റ് അറിയാലോ, ബീയിങ് ഉണ്ടാകും. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ടൈപ്പ് ചെയ്യാണ്, ടെക്സ്റ്റ് ചെയ്യാൻ കേട്ടോ. അതൊന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ വേറൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓൾറെഡി നമ്മൾ പ്രസന്റ് പഠിച്ചുകൊണ്ട് അത് പാസ്റ്റ് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ,
ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചെയ്ത് പ്രസന്റ് സോറി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതാണ് ഐ വാസ് റൈറ്റിംഗ് an email. An email was being written by me എന്ന് വരും. being കിട്ടാമല്ലോ അല്ലെ. അപ്പോ an email was being written by me എന്ന് വരും. And the next one is he was driving a car. A car was being driven by him. We were eating pizza. Pizza was being eaten by us. She was singing a song. A song was being sung by her. They were buying mangoes. Mangoes were being bought by her. They were. He was playing the guitar. The guitar was being played by him. She was reading books. Books were being read by her. I was cooking dinner. Dinner was being cooked by me. We were drawing pictures. Pictures were drawn by us. They were planting flowers. Flowers were being planted by them. Correct അല്ലേ? ഇത്രയേ ഉള്ളൂ എന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റും കൂടെ ഉണ്ട്. അതോടുകൂടി നമ്മുടെ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആവും. പിന്നെ ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ടെൻസ് ഒരുപാട് കുറച്ച് ഈസിയാണ്. കാരണം പ്രസന്റ് ടെൻസ് ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ബ്രോട്ടും ബോട്ടും എന്താ ഡിഫറൻസ്? ബോട്ട് BOUGHTയും BROUGHTയും. ബ്രിങ്ങിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്. ബ്രിങ്ങിന്റെ ഓക്കെ. ഇത് ബൈന്റെ അല്ലേ? ബൈയുടെ പാസ്റ്റ് ആണ് ബോട്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോ പ്രസന്റ് ടെൻസ് എവിടെയും പ്രസന്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാല് ബാക്കിയെല്ലാം ഈസി ആട്ടോ. ടെൻസിലാണെങ്കിലും ഇപ്പൊ പാസീവ് വോയിസിലാണെങ്കിലും പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, ക്ലിയർ? അതിന് മുன்னாടി നമ്മുടെ ക്ലാസ് വൈകിട്ട് ടൈം വരുന്നത്. അതിന് മുன்னாടി ഞാൻ കാര്യം പറയട്ടെ. ക്ലാസ് എടുക്കാൻ ബില്ലിംഗ് ആയവർ എത്ര പേരുണ്ട്? ക്ലാസ് എടുക്കാൻ ബില്ലിംഗ് ആയവർ ഒന്ന് പേര് ടെക്സ്റ്റ് ചെയ്ത് പെട്ടെന്നാവട്ടെ. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. അതായത് ഇന്നത്തേക്കല്ല, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോ മാത്രം സ്റ്റാർട്ട് ചെയ്യാനാണ്. ഓക്കെ, പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യും പേര്. ആരെങ്കിലും ഉണ്ടോ? മാം ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻസ് 9 നമ്പേഴ്സ് ആയിരുന്നില്ലേ? 10 സെന്റൻസസ് ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു 9 ആയിരുന്നു. ഉണ്ടായിരുന്നോ? ഞാൻ നോക്കില്ല കേട്ടോ. എനിക്കെന്തോ എവിടെയോ മിസ്സായി പോയോ? ആണല്ലേ? ആ, എന്നിട്ട് ചെക്ക് ചെയ്യാം. ഈ 3 പേര് മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ, ബാക്കി ആരും ക്ലാസ് എടുക്കുന്നില്ല? ഉറപ്പാണോ? എന്തും ചോദിക്കാണ്. ക്ലാസ് എടുക്കാൻ ഫിറ്റിംഗ് അല്ലല്ലോ. എന്തോ വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേരോടെ വേണം. ആരില്ലല്ലോ? ഉറപ്പല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ വിളിക്കട്ടെ പേരെ? ഞാൻ വിളിക്കണോ അതോ നിങ്ങള് മുന്നോട്ട് വരും? എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കണം എന്തായാലും നിർബന്ധമാണ്. രേഷ്മ ഓക്കെ ആണോ? അതെ മാം, ക്ലാസ് എടുക്കാലോ? എടുക്കാം മാം. ഓക്കെ. പിൻഷോ ഓക്കെ ആണോ? മാം എനിക്ക് ഇവിടെ വീട് പണി നടക്കാൻ, ആ ടൈമിൽ എനിക്ക് കാണുമോന്ന് അറിയാൻ വയ്യ. കുഴപ്പമില്ല. മിരിയ? യെസ് മിസ്.
റെഡി ആണല്ലോ? അതെ അതെ. എന്താണ് ഓക്കെ പറയാൻ ഒരു മടി പോലെ തോന്നുന്നുണ്ടല്ലോ. അല്ല ഓക്കെ കുറച്ച് ഓക്കെ മിസ് ക്ലാസ് മിസ്സായിരുന്നു അതാ. ഇത് ന്യൂ ചാപ്റ്റർ ആണ്, ഡോണ്ട് വറി. ഓക്കെ ആണല്ലോ? ഞാൻ ഇത് ചോദിക്കണം, ഓക്കെ അല്ലേ? ആബ്സെന്റ് പറയരുതേ. ഓക്കെ. അപ്പോ രേഷ്മയുടെ ഓൾറെഡി രേഷ്മ ടെക്സ്റ്റൈലിന്റെ പേര് ശേടാ. അതെ അതെ, ഞാൻ നോക്കിയിട്ടാ. അപ്പൊ ഷമീമ ഓക്കെ ആണോ? ഷമീമ റെഡിയാണോ ക്ലാസ് എടുക്കാൻ? കേൾക്കുന്നില്ല. ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും, അതുകൊണ്ട് പറ്റുമോന്ന് അറിയില്ല. ഉറപ്പില്ല. ശരി, ഒരാളായിട്ട് ക്ലാസ് എടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണോ? രേഷ്മ, സനില, ടീന, ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരാളെ ഉണ്ടാവും. ഓക്കെ ആണോ നിങ്ങൾക്കത്? ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ അതാരാണ്? സനില ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യോ? പറ്റോ? യെസ് മാം, ഞാൻ ട്രൈ ചെയ്യാം മാം. ട്രൈ ചെയ്യല്ല, ചെയ്യാം മാം. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച് ആണ്. ഞാൻ ഉണ്ടാവും, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പേടിക്കണ്ട. റിപ്പോർട്ട് സ്പീച്ചില് ഇൻട്രോ ഞാൻ ചെയ്യും. അതിൽ ഫസ്റ്റ് ടോപ്പിക് ഞാനാണ് എടുക്കുക. അതിനുശേഷം ടോപ്പിക്സ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റത്തെ പ്രസന്റേഷൻ ആയിരിക്കും ഇത്. പിന്നീട് നമുക്ക് ക്ലാസ് എടുക്കേണ്ട വരിക. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ എടുക്കാം കേട്ടോ. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കും. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ സനിലൊക്കെ ഏത് ടോപ്പിക് വേണം? ക്വസ്റ്റ്യൻ വേണോ? ഒറ്റയ്ക്ക് അതുകൊണ്ട് ചോദിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വേണോ, ഇംപറേറ്റീവ്സ് വേണോ, എക്സ്പ്ലനേഷൻ വേണോ? മിസ് പറഞ്ഞോളൂ മാം, ഞാൻ അതിനനുസരിച്ച് ചെയ്തോളാം. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഏതാ വേണ്ടേ? ക്വസ്റ്റ്യൻ എടുക്കാവോ? റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ മാം. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ് സനില. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് കേട്ടോ, സനില മാത്രമേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പില് സെക്കൻഡ് ഗ്രൂപ്പ് രേഷ്മ ആൻഡ് സിന്ധു. ഓക്കെ, രേഷ്മ, സിന്ധു സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്തോ ദിവസം ടൈം ഉണ്ടെന്തായാലും, പെട്ടെന്ന് ഉണ്ടാവില്ല. 2 ദിവസം ഇന്റർവ്യൂ ഉണ്ട്, അതാണ് 16, 18. അതാ കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പിന് റിപ്പോർട്ടിംഗ് ഇംപറേറ്റീവ്സ് ആണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് ഇംപറേറ്റീവ്സ് ആണ് കേട്ടോ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. രേഷ്മ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഗ്രൂപ്പ് മെമ്പറിന് നോട്ട് ചെയ്യാ, അതുപോലെ ടോപ്പിക് നോട്ട് ചെയ്യാ. റിപ്പോർട്ടിംഗ് ഇംപറേറ്റീവ്സ് ആണ് കേട്ടോ. Okay, ma'am. Reporting imperatives. And the third group, Tina and Miria. Last portion aya reporting explanation ആണ് ട്ടോ. Okay, clear അല്ലേ? ഗ്രൂപ്പ് അറിയാം, ടോപ്പിക് ഏതാണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ആക്റ്റീവ് വോയിസ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് പോവുക. റിപ്പോർട്ട് സ്പീച്ചിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഫസ്റ്റ് ടോപ്പിക് ആയ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ക്വസ്റ്റ്യൻസിലേക്ക് വരാം. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എടുക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ റിപ്പോർട്ടിംഗ് ഇംപറേറ്റീവ്സ് എടുക്കുക ആൻഡ് റിപ്പോർട്ടിംഗ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്നത്തേക്കായിരിക്കും ക്ലാസ് വരാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കാം. ഞാൻ നേരത്തെ തന്നെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ, കാരണം കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ആരും ആബ്സെന്റ് ആകാതിരിക്കുക, മാക്സിമം ആബ്സെന്റ് ആകാതിരിക്കുക. അതിപ്പോ അധികം ദിവസത്തേക്ക് നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. ഈ ക്ലാസ് ഉണ്ടാവില്ലെന്നല്ല, പെട്ടെന്ന് ചിലപ്പോ നമുക്ക് നെക്സ്റ്റ് മന്തോടുകൂടി നമുക്ക് ക്ലാസ് വീണ്ടതായിട്ട് വരും. കോഴ്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. സോ അധികം ലാഗ് വരുത്തരുത്, ആബ്സെന്റ് ആകാതെ നോക്കുക. പോർഷൻസ് ഒക്കെ കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ,
ക്ലിയർ ആണല്ലോ? ഇപ്പൊ പ്രിപ്പറേഷനുള്ള ടൈം ഉണ്ട് കേട്ടോ. മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് പ്രസന്റേഷൻ ആയിരിക്കും. ഈ പ്രസന്റേഷൻ ചെയ്യേണ്ട ആവശ്യം വരെ ഇരിക്കില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസീവ് വോയിസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയൂ. സെയിം ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ടിന് വേണ്ടി എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ. സൈൻ ഔട്ട് പറയൂ. Thank you, Ashwini ma'am, for today's class. Thank you for helping us to grow, learn, and experience the English language. Thank you, ma'am. Okay, so thank you all, and see you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am.